ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും സ്കൂളില്ല. അപ്പോൾ ഇതാ വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് വന്ന സമയത്ത് തന്നെ അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ സ്പെഷ്യലായിട്ട് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് അവർക്ക് നേരത്തെ തന്നെ ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്നാക്സ് കൊടുത്താൽ പിന്നെ അവർ രാത്രി ഫുഡ് കഴിക്കില്ല. അപ്പോൾ നാളെ ഏതായാലും സ്കൂൾ ലീവാണല്ലോ. അപ്പോൾ ഇനി രാത്രിയിലോട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കനും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഈ ടൊമാറ്റോ സോസ് ഒഴിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഉണ്ട്. ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കള ക്ലീൻ ആക്കാനും ഉണ്ട്, ഫുഡ് ഉണ്ടാക്കാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അരി വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ വെച്ചിട്ട് ഞാൻ ഇതുവരെ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോഴും സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഒലീവ് ഓയിൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടുക്കളയിലുള്ള മറ്റു പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പാത്രം കഴുകുന്ന പണികളൊക്കെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ തന്നെ അരി കഴുകിയിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ഇപ്പോൾ ഞാനിവിടെ കുക്കറിൽ ചെയ്തെടുത്തിട്ടുള്ളത്.
അങ്ങനെ ഇപ്പോൾ ദാ നെയ്ച്ചോറൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അടുക്കളയിലുള്ള ബാക്കി പാത്രങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സാധനം ഉണ്ടാക്കലുമായി നമ്മുടെ ക്ലീനിങ്ങും ഒക്കെ ഒപ്പം കഴിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത് ഈ ഒരു സമയത്ത് മാത്രമല്ല, നമ്മളെപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഉള്ള ജോലികളൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്രീ ടൈം നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് നെയ്ച്ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേന് തന്നെ എൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. എന്താ പറയുക, ഗ്രില്ലൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയാക്കണ പോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഗരം മസാല, നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസൊക്കെ കൂട്ടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മാരിനേഷൻ ചെയ്തിട്ടതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
ഇപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.